യുദ്ധം അവസാനിപ്പിച്ചു എന്ന അവകാശവാദവുമായി ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ മത്സരിക്കുമ്പോൾ രാജ്യാന്തര ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്ന് നെതന്യാഹു. ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുലരാനും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചതും ഇസ്രയേലും ഹമാസും അംഗീകരിച്ചതുമായ 20 ദിന പദ്ധതി ചർച്ച ചെയ്യാനുള്ള രാജ്യാന്തര ഉച്ചകോടി ഇന്ന് നടക്കുകയാണ്. ഗാസയിൽ വെടിനിർത്തൽ തുടരുന്നതിനിടെയാണ് ഈജിപ്തിലെ ഷാമേൽ ഷെയ്ഖിൽ ട്രംപിന്റെയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെയും അധ്യക്ഷതയിൽ 20ഓളം ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഉച്ചകോടി നടക്കുന്നത്. എന്നാൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇസ്രയേൽ പ്രതിനിധികൾ ആരും എത്തില്ല. ഇസ്രയേലിൽ നിന്ന് ആരെയും അയക്കില്ല എന്ന കർശന നിർദ്ദേശവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. അതിനിടയിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവന്നത്. ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. കൂടാതെ പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുക, പ്രാദേശിക സുരക്ഷയുടെയും സ്ഥിരതയുടെയും പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുക എന്നിവയും ചർച്ചയാകും. ഇസ്രയേൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഭാഗികമായി സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ യോഗമാണ് നടക്കാനിരിക്കുന്നത്.